ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ദാ വീണ്ടും ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ. ഇന്ന് കുറച്ച് കാര്യമായിട്ടാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റേ ലക്കിടിയിലൊരു ഗ്ലാസ് ബ്രിഡ്ജില്ലേ, അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വയനാടിൻ്റെ ഭംഗീനെ പറ്റി പറയണ്ടല്ലോ. ആദ്യമായിട്ടൊക്കെ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ തേയിലത്തോട്ടമൊക്കെ കണ്ട്. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കും. എൻ്റെ ഫോണിൽ കുറേ വീഡിയോ ഉണ്ടാവും അതിൻ്റെ തേയിലേൻ്റെ അതിൻ്റെയൊക്കെ. അപ്പോൾ പിന്നെ അതൊക്കെ തീരുമാനമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മീനങ്ങാടി പോകാനുണ്ടായിരുന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഉമ്മയും മീനങ്ങാടി പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കൽപ്പറ്റ ബസ് കയറി ലക്കിടി, അവിടുന്ന് പിന്നെ ലക്കിടിയിലേക്ക് പോകണം. ഇത് പോണ വഴിക്കൊരു സൂര്യകാന്തി പാടം കണ്ടപ്പം ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെ കൽപ്പറ്റ എത്തിയപ്പോൾ നല്ല വിശപ്പും ദാഹവും, കാരണം ഒടുക്കത്തെ വെയിലല്ലേ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് 2 ഷവർമേൻ്റെ റോളും പിന്നെ അവിൽ മിൽക്കും വാങ്ങിച്ചു കേട്ടോ. ഷവർമ റോള് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിൽ മിൽക്ക് ടേസ്റ്റ് ഇല്ലായ്കയല്ല, പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര ഓവറായിട്ട് മധുരമുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ലക്കിടി എത്തിയപ്പോൾ ഉമ്മച്ചി നാരങ്ങ വെള്ളം കുടിച്ചു, ഞാൻ പിന്നെ ഒരു കുപ്പിവെള്ളം വാങ്ങിച്ചു. ഞങ്ങൾ ബസ് ഇറങ്ങേണ്ട സ്ഥലം കുറച്ച് മാറിപ്പോയി. ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. വയനാട് അൾട്രാ പാർക്കാണ് കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് വന്നിട്ടുള്ളത്. ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഇത് നല്ല ചുട്ട് പൊള്ളണ വെയിലത്ത് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. ഇതൊക്കെ കയറുന്ന സമയത്ത് എൻ്റെ അയ്യോ അമ്മ ഇപ്പോൾ വീഴുക എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. ഉമ്മച്ചി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഉമ്മാക്ക് ഇങ്ങനെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, ഉമ്മച്ചി പിന്നെ അതിലൊക്കെ വലിഞ്ഞേറി. കാരണം ഇത് കണ്ടില്ലേ, മറ്റെന്താ ഹംപി ജമ്പിങ് അങ്ങനെ എന്താണ് ഇതിന് പറയുക. ഇതിന് 4000 രൂപയോ 4500 രൂപ എങ്ങാണ്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ ഊഞ്ഞാൽ ഇതാണ് കേട്ടോ. അവിടെ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. മദർ ഇൻ ലോയും കയറിയിട്ടുണ്ടായിരുന്നു. 300 രൂപയാണ് കേട്ടോ അതിൽ കയറാൻ. പിന്നെ മറ്റേ റോപ്പ് വേ ഇല്ലേ, അതിനൊക്കെ 300 രൂപയാണ് കേട്ടോ. ഇവിടെ മറ്റേ എന്താ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണാറില്ലേ, ഇങ്ങനെ ഈ ഇതേപോലെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേപോലെ റെഡ് ഇത് അവർ തരും കേട്ടോ. ഇതിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. എനിക്കാണെങ്കിൽ ഉയരം ഭയങ്കര പേടിയാണ്. വീടിൻ്റെ സ്റ്റെയർ കയറിയിട്ട് താഴേക്ക് നോക്കിയാൽ തന്നെ തല കറങ്ങുന്ന ടീമാണ് ഞാൻ. അതുകൊണ്ട് ഇമാതിരി പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല. കാരണം എൻ്റെ ഉയിര് മേപ്പോട്ടും ഞാൻ താഴോട്ടേക്കും വരിക. അമ്മാതിരി പേടിയാണ് എനിക്കിത്. പക്ഷെ എൻ്റെ മദറിനിലും ഭയങ്കര സീനാണ് കേട്ടോ. മൂപ്പത്തിയാർക്ക് ഇമ്മാതിരി സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പത്തിയാർ ഇതുമേലൊക്കെ കണ്ടാൽ വേഗം ചാടി കയറും. എൻ്റെ ഹസ്ബൻഡിനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിതിലൊന്നും കയറില്ല. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഭയങ്കര പരാതിയാണ്. ഈ ബാംഗ്ലൂർ പോയിട്ട് തന്നെ ഞാൻ വണ്ടർലയിൽ ഒരു ഗെയിംസിലും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒന്നിൽ കയറി തന്നെ തല കറങ്ങി പണ്ടാരടങ്ങി ഒരു മൂലയിൽ കുത്തിയിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. എന്തായാലും എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകാനും പേടിയായിരുന്നു. കാരണം താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് തല കറങ്ങും. അങ്ങനെ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ വന്നോളൂ കേട്ടോ. അങ്ങനെ ഉമ്മച്ചി ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെയൊക്കെ പോയി. നല്ല വെയിലായിരുന്നു. എൻ്റെ പൊന്നെ, ദയവ് ചെയ്ത് നിങ്ങൾ വെയിലത്ത് വരല്ലേ കേട്ടോ. ഒരു 5 മണി ആ ടൈമിലൊക്കെ രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയി കണ്ടോളൂ കേട്ടോ. അങ്ങനെ ഏതായാലും ചെറുമൻ വയനാട്ടിൽ പോയ പോലെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് ഗൈസ്. തിരിച്ചു പോകുമ്പോൾ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. തലയൊക്കെ കറങ്ങി വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ് പോണത്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും